പാർട്ടി ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്ത് കഴമ്പില്ല എന്ന് പറഞ്ഞ് തള്ളിയ ഒരു സംഗതി അല്ലെങ്കിൽ ഒരു ആക്ഷേപമാണ് കണ്ണൂരിലെ ഈ വൈദേകം എന്ന് പറയുന്ന റിസോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് വീണ്ടും ഒരിക്കൽ കൂടി പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ഉയരുന്നു, പരാതിയായി വരുന്നു, ചർച്ച നടക്കുന്നു. പിന്നെ പി ജയരാജനും ഏറ്റുമുട്ടി എന്നുള്ള തരത്തിൽ വാർത്തകൾ വരുന്നു. അപ്പോൾ ഏറ്റുമുട്ടലിൽ എത്ര പേർക്ക് പരുക്ക് എന്നുള്ള മറ്റിൽ പരിഹസിച്ചവരും ഉണ്ട്. എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ വാർത്തകൾ മുഴുവൻ മാനിക്കുലേറ്റ് ചെയ്തതാണ്. അതിലും മാതൃഭൂമിയുടെ പങ്ക് കാണാം. ജയരാജനെ എനിക്കെതിരായിട്ട് ആക്ഷേപമൊന്നും ഉന്നയിച്ചിട്ടില്ല. ജയരാജൻ ഉന്നയിച്ചൊരു കാര്യം, ഞാൻ ഇത്തരത്തിലൊരു ആയുർവേദ സ്ഥാപനം കണ്ണൂരിൽ ഉണ്ടാക്കാൻ സഹായിച്ചിരുന്നു. അതൊരു കമ്പനിയാണ്. കോപ്പറേറ്റീവ് സെക്ടറിൽ സഹായിക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഇങ്ങനെ കമ്പനിയായ സഹായിക്കാൻ പറ്റുമോ? അതാ ജയരാജൻ ഉന്നയിച്ച പ്രശ്നം. ഞാൻ ആ യോഗത്തിലുണ്ടായിരുന്നില്ല. അത് സംബന്ധിച്ച് ഇങ്ങനെ ഉന്നയിച്ചപ്പോൾ അത് സംബന്ധിച്ചിട്ട് എനിക്ക് പറയാനുള്ള കാര്യം പിന്നീട് ചേർന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റിൽ ഞാൻ പറഞ്ഞു, സംസ്ഥാന കമ്മിറ്റിയിലും പറഞ്ഞു. ആ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. ജയരാജൻ പറഞ്ഞു, ഞാൻ അഴിമതി ആരോപണങ്ങളോ സ്വത്ത് സംബന്ധിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ജയരാജൻ പറഞ്ഞു. അന്നെന്താ മാതൃഭൂമി അടിച്ച് ആദ്യത്തെ ഹെഡ്ലൈൻ, പിക്ക് നേരെ അന്വേഷണം. എന്ത് അന്വേഷണം എവിടെ? അപ്പോൾ ഇതാണ് ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇതെല്ലാമാണ് മാധ്യമപ്രവർത്തനം ധരിച്ച് കുറച്ചാൾ നടക്കുന്നുണ്ട്. നടന്നോട്ടെ. ഞാൻ ധരിക്കുന്ന ഒരു വ്യക്തിപരമായിട്ടുള്ളതല്ല. അവർക്ക് പിന്നിൽ ഇങ്ങനെ വാർത്ത കൊടുക്കണമെങ്കിൽ ഈ പറയുന്ന ആളും ഞാനും തമ്മിൽ യഥാർത്ഥത്തിൽ വ്യക്തിപരമായ വിരോധങ്ങളോ പ്രശ്നങ്ങളോ ഉള്ള ആളുകളൊന്നുമല്ല. പക്ഷെ അവരെ ഉപയോഗിച്ചുകൊണ്ട് ചിലത് ചെയ്യിപ്പിക്കുകയാണ്. ആ ചെയ്യിപ്പിക്കുന്നതിന് ഉദ്ദേശം ഉണ്ടാകും. അതുണ്ടായിക്കോട്ടെ, ഇരക്കത് പ്രശ്നമല്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം അന്നത്തെ കൊടുത്ത വാർത്തകളെല്ലാം കൃത്രിമമായി ഉണ്ടാക്കിയിട്ടുള്ള മാധ്യമ സൃഷ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗോവിന്ദമാഷ് ചോദിച്ചപ്പോൾ ഗോവിന്ദമാഷ് പറയും ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണ്. എല്ലാവർക്കും അറിയാമല്ലോ. പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി പങ്കെടുത്താൽ എല്ലാം മാധ്യമ സൃഷ്ടിയാണെന്ന് അറിയാം. പക്ഷെ ബഹുജനങ്ങളുണ്ട്, അവരിത് അറിയുന്നില്ല. അവരെ കബളിപ്പിക്കുക, അവരിൽ തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഈ വാർത്തകളിലൂടെ ഉണ്ടായിട്ടുള്ളത്.